Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആ സൈൻ ബോർഡ് എന്താണ് പറയുന്നത്? ആ സൈൻ ബോർഡ് എന്താ പറയുന്നത്? സൈൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ ഈ ഡയറക്ഷൻസ് കാണിക്കുന്ന ബോർഡ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു സ്ഥലം തൃശ്ശൂരിലേക്ക് ഇത്ര കിലോമീറ്റർ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക എന്നൊക്കെ കാണിക്കുന്ന ബോർഡ് ഉണ്ടാവും. അതുമല്ല, ഈ കളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന സൈനുകൾ കാണിക്കുന്ന ബോർഡിനെയും നമ്മൾ സൈൻ ബോർഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ആ മുന്നിൽ കാണുന്ന സൈൻ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ വാട്ട് ഡസ് ദാറ്റ് സൈൻ ബോർഡ് സേ? സേ എന്ന് പറഞ്ഞാൽ പറയുക. അപ്പൊ ആ സൈൻ ബോർഡ് എന്താ പറയുന്നത്? ബോർഡല്ല പറയുന്നത്. വാട്ട് വി മീൻ ഇസ് ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? വാട്ട് ഡസ് ദാറ്റ് സൈൻ ബോർഡ് സേ? ഈ കുപ്പിയിൽ പറയുന്നത് 2 പ്രാവശ്യം കഴിക്കണം എന്നാണ്. ഈ കുപ്പിയിൽ പറയുന്നത് 2 പ്രാവശ്യം കഴിക്കാനാണ്. ഇറ്റ് സേസ് ഓൺ ദ ബോട്ടിൽ ടു ടേക്ക് 2 times a day. ഇറ്റ് സേസ് ഓൺ ദ ബോട്ടിൽ ടു ടേക്ക് 2 times a day. 2 പ്രാവശ്യം എന്നതിനെ 2 times എന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് പറയണമെങ്കിൽ ട്വൈസ് എ ഡേ. ഇറ്റ് സേസ് ഓൺ ദ ബോട്ടിൽ. അപ്പൊ ബോട്ടിലിൽ പറയുന്നത് 2 നേരം കഴിക്കണം, അല്ലെങ്കിൽ 2 പ്രാവശ്യം കഴിക്കണം എന്നാണ്. നിങ്ങളുടെ പേര് എങ്ങനെയാ പറയുക? നിങ്ങളുടെ പേര് എങ്ങനെയാ പറയുക? പറയുക മീൻസ് എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത്. ഓക്കെ, ഹൗ ഡു യു സേ യുവർ നെയിം? ഹൗ ഡു യു സേ യുവർ നെയിം? അപ്പോൾ ഒരാളുടെ പേര് എഴുതുമ്പോൾ, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ, എസ്പെഷ്യലി ഫോറിൻ നെയിംസ് ആണെങ്കിൽ, നമ്മൾ ചോദിക്കുന്നത് ഹൗ ഡു യു സേ യുവർ നെയിം? ഒന്ന് മിണ്ടാതിരിക്കുക, എനിക്ക് പറയാനുള്ളത് പറയട്ടെ. ഒന്ന് മിണ്ടാതിരിക്കുക, എനിക്ക് പറയാനുള്ളത് പറയട്ടെ. കീപ് ക്വയറ്റ് ആൻഡ് ലെറ്റ് മീ ഹാവ് മൈ സേ. കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കുക. ലെറ്റ് മീ ഹാവ് മൈ സേ. മൈ സേ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പറയട്ടെ. ഹാവ് മൈ സേ, ഇതൊരു ശൈലിയാണ് ഇംഗ്ലീഷില്. സോ കീപ് ക്വയറ്റ്, ലെറ്റ് മീ ഹാവ് മൈ സേ. ഇപ്പോ വേറൊരാൾ അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് പറയണമെങ്കിൽ ലെറ്റ് ഹിം ഹാവ് ഹിസ് സേ. ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് യാതൊരു അധികാരവുമില്ല, അല്ലെങ്കിൽ എനിക്കതിൽ ഒരു പിടിപാടില്ല. ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് യാതൊരു അധികാരവുമില്ല. ഐ ഹാവ് നോ സേ ഇൻ ദ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. ഐ ഹാവ് നോ സേ ഇൻ ദ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഇവിടെ എനിക്ക് റൈറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഉത്തരവാദിത്തമില്ല, അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കില്ല എന്ന് പറയുന്നതാണ് ഐ ഹാവ് നോ സേ. നോ സേ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എന്നർത്ഥമല്ല. ഇതും ഒരു ശൈലിയാണ്. ഐ ഹാവ് നോ സേ ഇൻ ദ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസ്, ജോലിക്കാരെ സെലക്ട്, എനിക്ക് യാതൊരു അധികാരവുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ യാതൊന്നുമില്ല. എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ യാതൊന്നുമില്ല. ഐ ഹാവ് നത്തിങ് ടു സേ ഇൻ ദ മാറ്റർ. ഐ ഹാവ് നത്തിങ് ടു സേ ഇൻ ദിസ് മാറ്റർ, അല്ലെങ്കിൽ ഇൻ ദ മാറ്റർ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഐ ഹാവ് നോ സേ എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഡിഫറെന്റ് മീനിങ് ആണ് ഐ ഹാവ് നത്തിങ് ടു സേ. അപ്പൊ നോ സേ, നത്തിങ് ടു സേ, രണ്ടിന്റെയും അർത്ഥം ഡിഫറെന്റ് ആണ്. എനിക്ക് യാതൊന്നും പറയാനില്ല എന്ന് പറയുമ്പോഴാണ് ഐ ഹാവ് നത്തിങ് ടു സേ എന്ന് പറയേണ്ടത്. ഓക്കെ, തെലുങ്കിൽ ഗുഡ് ബൈ എന്ന് എങ്ങനെയാണ് പറയുക? തെലുങ്കിൽ ഗുഡ് ബൈ എന്ന് എങ്ങനെയാണ് പറയുക? ഹൗ ഡു യു സേ ഗുഡ് ബൈ ഇൻ തെലുഗു? ഹൗ ഡു യു സേ ഗുഡ് ബൈ ഇൻ തെലുഗു? ഹൗ ഡു യു സേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയുക. ഹൗ ഡു യു സേ ഗുഡ് ബൈ ഇൻ തെലുഗു? പ്രേതങ്ങൾ ഉള്ള വീടാണെന്നാണ് ആളുകൾ പറയുന്നത്. പ്രേതങ്ങൾ ഉള്ള വീടാണെന്നാണ് ആളുകൾ പറയുന്നത്. അതായത് ആ വീട് പ്രേതബാധയുള്ളതാണ് എന്ന് ആളുകൾ പറയുന്നു എന്നാണ്. They say the house is haunted. ഈ പ്രേതബാധയുള്ള ഒരു സ്ഥലത്തിനെ നമ്മൾ എന്താ പറയുക വെച്ചാൽ ഹോണ്ടഡ് പ്ലേസ്, അല്ലെങ്കിൽ ഹോണ്ടഡ് ഹൗസ്. HAUNTED എന്ന് പറഞ്ഞാൽ പ്രേതബാധ ഉള്ള. അദ്ദേഹത്തിന് 90 മേലെ പ്രായമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് 90 മേലെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. They say he is over 90 plus. They say he is over 90 plus. 90 plus എന്ന് പറഞ്ഞാൽ 90 മേലെ. They say എന്ന് പറഞ്ഞാൽ
പീപ്പിൾ, അതായത് ആളുകൾ പറയുന്നത് ഹി ഈസ് ഓവർ 90+. ഇവിടെ നമ്മൾ വയസ്സ്, ഏജ് എന്നൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഹി ഈസ് ഓവർ 90+ എന്ന് പറഞ്ഞാൽ വയസ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ആ സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തിനെ കാണുന്നു, വളരെ പ്രായമായിട്ടുണ്ട്, അപ്പോൾ എത്ര പ്രായം കാണും എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ they say he is over 90+. ഞാൻ നിങ്ങളുടെ പേര് പറയുമ്പോൾ കൈപൊക്കുക. ഞാൻ നിങ്ങളുടെ പേര് പറയുമ്പോൾ കൈപൊക്കുക. When I say your name, raise your hand. When I say your name. When I say your name. ഞാൻ നിങ്ങളുടെ പേര് പറയുമ്പോൾ raise your hand. കൈ പൊക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.